ബുധനാഴ്ച ഉച്ചയോടുകൂടിയാണ് 16 വയസ്സുകാരികളായ 2 പെൺകുട്ടികളെ താനൂരിൽ നിന്നും കാണാതായത്. നിറമരുത്തൂർ മംഗലത്ത് അബ്ദുൽ നസീറിൻ്റെ മകൾ ഫാത്തിമ ഷഹദ, താനൂർ മടക്കൽ റോഡ് മലപ്പുറത്തുകാരൻ പ്രകാശൻ്റെ മകൾ അശ്വതി എന്നിവരാണ് സ്കൂൾ പരിസരത്ത് നിന്നും കാണാതായി എന്നുള്ള വാർത്ത പുറത്തുവന്നത്. തുടർന്നുള്ള അന്വേഷണത്തിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവർ കോഴിക്കോട്ടേക്ക് വണ്ടി കയറി എന്നുള്ളതാണ് അറിഞ്ഞത്. അവിടെ നിന്ന് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരു യുവാവുമായി ഇവർ മുംബൈയിലേക്ക് പോയെന്നും ശേഷം മുംബൈയിലെ മലയാളി നടത്തുന്ന ബ്യൂട്ടി പാർലറിൽ ഇവരെത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മുംബൈ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ഇവർ രക്ഷപ്പെട്ടിരുന്നു. ഇതിൻ്റെ പിന്നാലെ ഫാത്തിമ ഷഹദ എന്ന് പറയുന്ന 16 വയസ്സുകാരി ഇതിനു മുമ്പും ഇതുപോലെ വീട് വിട്ടിറങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും പുറത്തു വന്നു. വീട്ടിൽ നിന്ന് ടൂർ പോകാൻ വീട്ടുകാർ അനുവദിക്കാത്തതിൻ്റെ കാരണം ഈ പെൺകുട്ടി മുമ്പും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു എന്നും. മലയാളിയായ യുവതി മുംബൈയിൽ നടത്തുന്ന ഒരു ബ്യൂട്ടി പാർലറിൽ കയറി മുടി വെട്ടുകയും മുഖത്തിൻ്റെ ശൈലി മാറ്റി നൽകണമെന്ന് പറയുകയും ചെയ്തു എന്ന് ബ്യൂട്ടി പാർലറിൻ്റെ ഉടമയായ സ്ത്രീ മാധ്യമത്തോട് പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ ഊർജിതമായ അന്വേഷണത്തിനൊടുവിലാണ് കുട്ടികളെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ലോണാവാല സ്റ്റേഷനിൽ നിന്നാണ് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർ പെൺകുട്ടികളെ കണ്ടെത്തിയത്. ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്നു ഇരുവരും. കേരള പോലീസ് കൈമാറിയ ഫോട്ടോയിൽ നിന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ കുട്ടികളെ തിരിച്ചറിഞ്ഞത്. കുട്ടികൾ സുരക്ഷിതരാണെന്നും പൂനെ RPF ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. തങ്ങളെ കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെന്നും വീട്ടിലേക്കെത്തിയാൽ ബന്ധുക്കൾ വഴക്ക് പറയുമോ എന്ന ഭയത്തിലാണ് ഇവർ ഇപ്പോൾ ഉള്ളത് എന്ന് പെൺകുട്ടികളുമായി സംസാരിച്ച താനൂർ DYSP പറഞ്ഞു. വീട്ടിൽ നിന്നും പരീക്ഷ എഴുതാനായി ഇറങ്ങിയ 2 പെൺകുട്ടികളെ കാണാതായി എന്നതാണ് വീട്ടുകാരും സ്കൂൾ പ്രിൻസിപ്പളും പോലീസിൽ പരാതി നൽകിയത്. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട എടവണ്ണ സ്വദേശിക്കൊപ്പം കോഴിക്കോട്ട് നിന്നും ബുധനാഴ്ച ഉച്ചയ്ക്ക് ഇവർ പാൻവേലിലേക്ക് പോയതായാണ് പോലീസിന് കിട്ടിയ വിവരം. ഈ യുവാവ് 2 പേരെയും പാൻവേലിൽ മലയാളി യുവതി നടത്തുന്ന ബ്യൂട്ടി പാർലറിൽ എത്തിച്ചു. പെൺകുട്ടികൾ ബ്യൂട്ടി പാർലറിലെത്തിയ വിവരം മഹാരാഷ്ട്ര പോലീസിനും മലയാളി സമാജത്തിനും കേരള പോലീസ് കൈമാറിയിരുന്നു. പോലീസും സമാജം പ്രവർത്തകരും എത്തിയപ്പോഴേക്കും പെൺകുട്ടികൾ രക്ഷപ്പെട്ടതായി ബ്യൂട്ടി പാർലർ ഉടമ പറഞ്ഞു. വ്യാഴാഴ്ച 2 മണിയോടെയാണ് പെൺകുട്ടികൾ ബ്യൂട്ടി പാർലറിലെത്തിയെന്നാണ് ഉടമ പറഞ്ഞത്. 2 പേരും മാസ്ക് ധരിച്ചിരുന്നു. സുഹൃത്തിൻ്റെ വിവാഹത്തിനായാണ് മുംബൈയിലെത്തിയെന്നാണ് പെൺകുട്ടികൾ അവിടെ നിന്നും പറഞ്ഞത്. സുഹൃത്ത് കൂട്ടാൻ വരുമെന്ന് പറഞ്ഞെങ്കിലും ഇയാൾ വരുന്നതിന് മുമ്പ് പാർലറിൽ നിന്ന് ഇവർ ഇറങ്ങിപ്പോകുകയാണ് ചെയ്തത്. കുട്ടികൾ പരീക്ഷ എഴുതാനെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. എന്നാൽ സ്കൂളിലെത്തിയില്ല. പരീക്ഷ കാണാതായതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ വീട്ടിലേക്ക് വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് കാണാനില്ലെന്ന വിവരം പുറത്തറിയുന്നത്. 3-ാം തീയതി ഇവർ പരീക്ഷ എഴുതിയിരുന്നതായി പ്രിൻസിപ്പൽ പറഞ്ഞു. ബുധനാഴ്ച ഈ 2 പേരിൽ ഒരാൾക്ക് മാത്രമേ പരീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. അവസാനം വന്ന റിപ്പോർട്ടുകളിലും ഇവർ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ യാത്ര ചെയ്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയും വന്നിട്ടില്ല. എന്തായാലും ഇരുവരെയും കണ്ടെത്തിയിട്ടുണ്ട്. അത് വലിയൊരു ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്. എന്നാലും എന്തിനു വേണ്ടിയായിരിക്കും ഇവർ ഇത്തരത്തിൽ പോയത്